താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടിനെ സംരക്ഷിക്കാൻ സർക്കാരിന്റെയും പോലീസിനും ശ്രമമെന്ന് പറഞ്ഞുകൊണ്ടെത്തിയ യൂത്ത് ലീഗ് മന്ത്രിയെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ്. ഫ്രഷ് കട്ട് തുറന്നാൽ കോഴി മാലിന്യങ്ങളുമായിട്ട് കോഴിക്കോട്ടെ മന്ത്രിമാരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PK ഫിറോസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പോലീസാണ് ആക്രമണം നടത്തിയതെന്നും UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഭീകരാന്തരീക്ഷമുണ്ടാക്കി പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും മാറ്റി നിർത്താനാണ് ശ്രമമെന്നും ഫിറോസ് ആരോപിക്കുകയാണ്. എല്ലാ നിയമങ്ങളും പാലിച്ചും എല്ലാ ആക്ഷേപങ്ങളും പരിഹരിച്ചുമാണ് ഫ്രഷ് കട്ട് സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ MP രാജേഷിന്റെ ന്യായീകരണം. എന്നാൽ 4 പഞ്ചായത്തുകളിലെ സെക്രട്ടറിമാർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഈ അറവ് മാലിന്യ കേന്ദ്രത്തിൽ നിന്നുമുള്ള രൂക്ഷമായ ഗന്ധം അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുന്ന ഇരുതുള്ളിപ്പുഴയിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കുന്നുണ്ടെന്നും ഫ്രീസറില്ലാത്ത വാഹനങ്ങളിൽ സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നും പറയുന്നുണ്ട്. ജില്ലാ ശുചിത്വ മിഷനും തഹസിൽദാറും എല്ലാം തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലും ഈ സ്ഥാപനം നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നതെന്നും പറയുന്നതായിട്ട് ഫിറോസ് പറയുന്നുണ്ട്. അപ്പോഴാണ് ഇത് നിയമാനുസൃതമാണെന്ന് മന്ത്രി പറയുന്നത്. സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആക്രമണങ്ങളെ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ കണ്ണൂർ DIG യതീഷ് ചന്ദ്രയും വടകര SP ബൈജുവും നേരിട്ടെത്തി ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ്. ഫിറോസ് ഇത് തെളിവ് സഹിതം പുറത്തുവിട്ടുകൊണ്ടാണ് എത്തിയത്. അപ്പോൾ എന്തായാലും മന്ത്രിമാരായ മാലിന്യങ്ങളുടെ വീട്ടിലേക്ക് മാലിന്യം കൊണ്ട് മാർച്ച് നടത്താൻ UDF തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഫിറോസ് പറയുന്നത്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് NITയെ സമീപിച്ചിട്ടില്ല എന്ന് പറയുന്ന ജില്ലാ കളക്ടർ ഒപ്പുവെച്ച മിനിറ്റ്സിന്റെ കോപ്പിയും ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പൊ എല്ലാ രേഖകളും ബന്ധപ്പെട്ട എല്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും വിദഗ്ധ സമിതിയുമൊക്കെ ഈ മാലിന്യ കേന്ദ്രം നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറയുകയും എന്നാൽ കേരളത്തിലെ ഒരു മന്ത്രി ശ്രീ MP രാജേഷിനെ പോലെയുള്ള ഒരാൾ ഇത് നിയമാനുസൃതമാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? മാത്രമല്ല MP രാജേഷ് പറയുന്നത് അക്രമത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അക്രമങ്ങളെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല, അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ്. ശ്രീ MP രാജേഷ് DYFIയുടെ നേതാവായിരുന്ന സമയത്ത് നടത്തിയ അക്രമങ്ങളുടെ 100-1 അക്രമ സംഭവങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അക്രമം നടത്തിയത് പൂർണ്ണമായും പോലീസാണ്. കാരണം കഴിഞ്ഞ 6 വർഷമായി സമരം ചെയ്തു. ഞങ്ങൾ യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തിയിട്ടുണ്ട്. പ്രാദേശികമായി യൂത്ത് ലീഗ് ഒട്ടനവധി സമരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ആ പ്രദേശത്തെ ജനങ്ങൾ കഴിഞ്ഞ 6 വർഷമായി നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തതാണ്. ഒരു ദിവസം പോലും അക്രമം ഉണ്ടായിട്ടില്ല. എന്നാൽ കണ്ണൂർ IG യതീഷ് ചന്ദ്രയും അതുപോലെ വടകര SP ബൈജുവും ഈ 2 പേർ നേരിട്ടെത്തിയാണ് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ കണ്ണൂർ DIG യതീഷ് ചന്ദ്രയും വടകര SPയും നേരിട്ട് സംഭവ സ്ഥലത്തെത്തി ഈ അക്രമങ്ങൾക്ക് നേരിട്ട് കൊടുക്കുകയാണെന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആ പ്രദേശത്തെ താമരശ്ശേരി സർക്കിളിലെയും ഒക്കെ പോലീസുകാർ സംയമനം പാലിക്കുന്ന സമയത്ത് വടകര SP ബൈജു പോലീസിൽ നിന്ന് ദൂരെ നിന്ന്, പോലീസുകാരൊന്നും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ല, ഇദ്ദേഹം മുൻപിലേക്ക് വന്ന് ടിയർ ഗ്യാസും ഗ്രനേഡും ഒക്കെ എറിയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എൻ്റെ കൈവശമുണ്ട്. മാധ്യമങ്ങൾക്ക് അത് നൽകാം. അപ്പൊ ഈ അക്രമങ്ങളൊക്കെ നടത്തുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്? 2 കാര്യമാണ്. ഒന്ന്, ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുക. ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരമായി ഒരു സ്വകാര്യ സ്ഥാപനത്തെ അവർക്ക് അനുവദിച്ചതിലും കൂടുതൽ മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൊള്ളലാഭം, ആ കൊള്ളലാഭത്തിന് കൂട്ടുനിൽക്കുക. രണ്ടാമത്തെ കാര്യം, ഈ 4 പഞ്ചായത്തും ഭരിക്കുന്നത് UDF ആണ്. താമരശ്ശേരിയും കട്ടിപ്പാറയും ഓമശ്ശേരിയും കോടഞ്ചേരിയും ഈ 4 പഞ്ചായത്തും ഭരിക്കുന്നത് UDF ആണ്. പഞ്ചായത്ത് ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. നാളെയോ മറ്റന്നാളോ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കും. അപ്പോൾ ഈ 4 പഞ്ചായത്തിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി
UDF പ്രവർത്തകരെയൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക. ഇപ്പൊ പോലീസ് തയ്യാറാക്കിയ FIR, ഈ FIR-ൽ 21 പേരെയാണ് പോലീസ് പ്രതികളായി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പുറമെ കണ്ടാൽ അറിയാവുന്ന 300ഓളം ആളുകളുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 300ഓളം ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ആ പ്രദേശത്ത് ആർക്കും അറിയില്ല. 4000-ഓളം കുടുംബങ്ങൾ പോലീസ് രാത്രിയും പകലും ഒക്കെ കയറി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി. ആരാണ് പ്രതികൾ എന്ന് പോലും അറിയാത്തത് കൊണ്ട് സമരത്തിൽ മുഴുവൻ ആളുകളും പ്രദേശത്ത് നിന്ന അവസ്ഥ.